ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞത് നമുക്ക് ഹയർ ലെവൽസിൽ നിന്ന് നമുക്ക് സെൽ ഓഫ് വരുന്നു എന്നുള്ളതാണ്. ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പായി സെയിം ഒന്ന് മാർക്കറ്റ് ഒന്ന് ഹൈ പോകാൻ ശ്രമിച്ചു ആൻഡ് അവിടെ നിന്ന് നല്ല രീതിയിൽ സെൽ ഓഫ് ഉണ്ടായി. അതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ഡിമാൻഡ് സോണ് കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതോടെ ഇൻട്രാഡേ ലെവൽ ഡിമാൻഡ് സോണും ഉണ്ട്. അതല്ലാണ്ട് നമ്മളൊരു ബിഗ് ടൈം മെയിനായിട്ട് നമ്മൾ 4 hour ടൈം ഫ്രെയിമാണ് നോക്കുന്നത്. ആ 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് നല്ലൊരു റിവേഴ്സ് സംഭവിക്കാവുന്ന ഒരു ലെവലുണ്ടായിരുന്നു. ആ ലെവലൊക്കെ കൃത്യമായിട്ട് ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണാം. അങ്ങനെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നിങ്ങൾക്ക് അറിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സിമ്പിളായിരിക്കും. മീൻസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഇനി നിങ്ങളൊരു ബിയറിഷ് ട്രേഡാണ് നോക്കിയെങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ടാർഗറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ബിക്കോസ് അവിടെയൊക്കെ നല്ല രീതിയിൽ റിവേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ള ട്രേഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ നമുക്കൊന്ന് ഇൻട്രാഡേ അനാലിസിസ് ഒന്ന് നോക്കാം. നമുക്കൊന്ന് ഇത് നോക്കാം. നമ്മളാദ്യം നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത്. നിഫ്റ്റിയുടെ ലെവൽസ് കാര്യങ്ങൾ. അതോടൊപ്പം ഇന്നൊരു നൈറ്റ് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അത് രാവിലെ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മളത് പറഞ്ഞായിരുന്നു. അപ്പോൾ അതെല്ലാവരും മൈൻഡിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. RBIയുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റാണ്. അത് നല്ല ഇമ്പാക്റ്റ് ആവുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ രാവിലെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സപ്ലൈ സോൺ ഡിമാൻഡ് സോണിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും രണ്ടും താഴേക്ക് വന്നു. ഇവിടെ നമുക്ക് ഡിമാൻഡ് സോണും കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് നല്ലൊരു ലെവൽ ഉണ്ടായിരുന്നു. ഈ ഒരു ലെവൽ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ക്ലിയർ ചെയ്ത് കാണാം. ഇവിടെ നമ്മൾ ക്ലിയർ ചെയ്ത് പറഞ്ഞായിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക് 4 hour ടൈം ഫ്രെയിമിൽ റിവേഴ്സ് പറ്റാവുന്ന ഒരു ഇതായിരുന്നു 45,800 എന്ന ലെവൽ. 45,800 എന്ന ലെവൽ. ആ ലെവലിൽ വന്നിട്ടാണ് ബാങ്ക് നിഫ്റ്റി താഴേക്ക് പോയേക്കുന്നത്, റിവേഴ്സ് ആയേക്കുന്നത്, അതായത് മുകളിലേക്ക് പോയേക്കുന്നത്. അപ്പോൾ ആ ലെവലിൽ വന്നു. ആ ലെവലിൽ വന്നിട്ട് ബാങ്ക് നിഫ്റ്റി യു ക്യാൻ സീ ദ റിവേഴ്സ്. ഇവിടെ നിന്ന് നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ വന്നിട്ട് ബാങ്ക് നിഫ്റ്റി റിവേഴ്സായി ഏകദേശം ഡേ ഹൈയിലേക്ക് തന്നെ പോയായിരുന്നു. ആൻഡ് നിഫ്റ്റിയും ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലിൽ നിന്നാണ് നിഫ്റ്റിയും അവിടെ നിന്ന് ഒരു റിവേഴ്സ് അയക്കണം. നിഫ്റ്റി ഓൾമോസ്റ്റ് സോണിൽ നിന്നായിരുന്നു, ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു, സോണിൽ നിന്നാണ് നിഫ്റ്റിയും റിവേഴ്സ് അയക്കണം. ഓൾമോസ്റ്റ് ഡേ ഹൈ മേളിലേക്ക് പോയി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മൾ ടെലിഗ്രാം ചാനലിൽ മെയിനായിട്ട് ലെവൽസ് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ലെവൽസിൻ്റെ ഒരു ഐഡിയ കിട്ടും. അത് കോൾസ് നമ്മൾ ട്രേഡിംഗ് അല്ല മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ലെവൽസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാം. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു വോൾട്ടൈൽ ഡേ ആയിരുന്നു. നമ്മൾ പറഞ്ഞ അതിൽ തന്നെ ഹൈ ലോ ഒക്കെ എടുത്ത് തന്നെയായിരുന്നു പോയത്. അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ട് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് നെക്സ്റ്റ് എന്നുള്ളതാണ്. ഇന്ന് വോളട്ടൈൽ ഡേ ആയിരുന്നു. ഇനി മാർക്കറ്റ് റിവേഴ്സാണോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും മാർക്കറ്റ് നമുക്ക് ഒരു റിവേഴ്സായി അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷായി എന്ന് പറയാൻ പറ്റില്ല. സ്റ്റിൽ നമുക്ക് ഹയർ ലെവൽസിൽ നിന്ന് നമുക്ക് സെൽ ഓഫ് കിട്ടാനുള്ള നല്ല ചാൻസ് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം നമുക്ക് നമ്മുടെ അനാലിസിസും കൂടി ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഇൻട്രാഡേ ഹയർ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ 4 hour ടൈം ഫ്രെയിം വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ലെവൽസിനെ ഒന്നും കൂടി ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇൻട്രാഡേ അനാലിസിസ് പറഞ്ഞു. എന്നാലും ക്വിക്കായിട്ട് പറയാം. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ഇന്ന് ഉണ്ടായത്. ഒരു സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ സെൽ ഓഫ് ഉണ്ടായി. ഡിമാൻഡ് സോണിൽ നിന്ന് ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. നേരെ റിവേഴ്സ് ഡേ ഹൈയും ക്ലോസ് ചെയ്തു. നമുക്ക് 21,900 എന്ന ലെവൽ, അതിൻ്റെ നേരെ മേളിൽ സപ്ലൈ സോൺ ഉണ്ടായിരുന്നു. ദെൻ അവിടെ നിന്ന് മാർക്കറ്റ് കുറച്ചൊന്ന് താഴേക്ക് വീണിട്ടാണ് നിഫ്റ്റി ഇന്ന് എൻഡ് ചെയ്തേക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 0, അതായത്
വല്ല പെർസെൻറ്റേജ് മൂവോ ഡൗണോ ഒന്നും ഉണ്ടായിട്ടില്ല. 0.10% മാത്രമാണ് നിഫ്റ്റി എന്ന് മൂവ് ചെയ്തേക്കുന്നത്. ബട്ട് നല്ല രീതിയിൽ വോളറ്റൈലായിരുന്നു. സെയിം തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിക്കും ഉണ്ടായിരുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ടു ഗ്യാപ്പ് അപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് എന്ന് പറയാം. ആ റെസിസ്റ്റൻസ് എടുത്തേക്കണം 46,500 എന്ന ലെവൽ. അവിടെ നിന്ന് ക്വിക്ക് ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു. ഡിമാൻഡ് സോണിൽ നിന്നൊരു ഫേക്ക് ഔട്ട് ആണെന്നെങ്കിലും പറയാം. ഡിമാൻഡ് സോൺ ഫേക്ക് ഔട്ട് ആണെന്ന് പറഞ്ഞാലും ഏകദേശം അത് ഓക്കെയാണ്. ഇനി അതല്ല, ഇനി ഇനി നമുക്ക് 45,800 എന്ന ലെവലൊക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഫേക്ക് ഔട്ട് തരുകയും ചെയ്ത് ആൻഡ് ഈ ഒരു ലെവലിൽ നിന്നാണ് മാർക്കറ്റ് ബുള്ളിഷ് അയക്കുന്നത്. ആ ലെവലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ നിന്ന് സ്ട്രെയിറ്റ് ബുള്ളിഷ് ആയിട്ട് എന്തായി സപ്ലൈ സോണിൻ്റെ അവിടെ പോയി. സപ്ലൈ സോണിൽ നിന്നാണ് പിന്നെ നമുക്ക് ഒരു റിജക്ഷൻ കിട്ടുന്നത്. ദെൻ ആ ഒരു ലെവൽ മീൻസ് ഏകദേശം ഓപ്പണിംഗ് ആ ലെവലിൽ തന്നെ എന്തായി മാർക്കറ്റ് ഇന്ന് ക്ലോസും ആയിട്ടുണ്ട്. -1.6 ആണ് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് മൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ നമുക്ക് ഇൻട്രാഡേ അനാലിസിസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നാളത്തേക്ക് ഉള്ള ലെവൽസ് കാര്യങ്ങളൊന്നും നോക്കാം. നാളെ നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി മാത്രമേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഇന്ന് എക്സ്പയർ കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി മാത്രമേ ഉള്ളൂ. എനിവേ നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ, നല്ല രീതിയിലുള്ള ബിയറിഷാണ്. ഇവിടെ മീൻസ് പുട്ടിൻ്റെ അൺവൈൻഡിങ് കാണാം. താഴേക്ക് പുട്ട് അൺവൈൻഡിങ് ഉണ്ട്. ലാർജ് പുട്ട് വന്നേക്കുന്നത് 21,500 ആണ്. 21,500 ലാർജ് പുട്ട് ബിൽഡിംഗ് ഉണ്ടായിരിക്കുന്നത്. ദെൻ കോള് സ്ലൈറ്റ്ലി ഹൈ ആയിട്ടാണ് ഓരോ സ്ട്രൈക്ക് പോകുന്നവരും കോൾസിന് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് നാലാം നേരത്ത് താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഗ്യാപ്പ് അപ്പ് വന്നാലും മേ ബി ഇവിടെ നമുക്ക് ഒരു പുൾ ഡൗൺ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൻ്റെ മേളിൽ വൺസ് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഇനി നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ 22Kയുടെ മേളിൽ സസ്റ്റെയിൻ ചെയ്താലാണ് നമുക്ക് ഒരു റാലി മേളിലേക്ക് കിട്ടുള്ളൂ. ഈ ലോങ് കോള് ഷോർട്ട് കവറിങ് ഉണ്ടാവണമെങ്കിൽ 22Kയുടെ മേളിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നിഫ്റ്റി ഒരു 1 അവറിലെങ്കിലും ഒന്ന് സസ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. നമുക്ക് സപ്പോർട്ടൊക്കെ വളരെ കുറവാണ്. 21,800 സ്റ്റാഡിൽ ഫോർമേഷൻ വരുന്നുണ്ട്. 21,700 ചെറിയൊരു സപ്പോർട്ടുണ്ട്. 21,500 കറൻ്റ്ലി നല്ലൊരു സപ്പോർട്ട്. അപ്പോൾ 21,800 21,700 സ്റ്റാഡിൽ ഫോർമേഷനായിട്ട് തന്നെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 21,500 കറൻ്റ്ലി ഇപ്പോൾ നല്ലൊരു സപ്പോർട്ടായിട്ടുള്ളത്. ഓൾറെഡി അത് ഡ്രോൺ ആണ്. നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 21,800 ലെവൽസിലാണ്. 21,900 എന്ന ലെവൽസിൽ നമുക്ക് കോളും പുട്ടും നല്ല രീതിയിൽ മീൻസ് കോള് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പുട്ട് കുറച്ച് കുറഞ്ഞ് നിൽക്കുന്നുണ്ട്. മീൻസ് മേളിൽ പുട്ടൊക്കെ അൺവൈൻഡിങ് ആയത് കാണാം. ഇൻട്രാഡേ ലെവൽസിൽ പുട്ടൊക്കെ അൺവൈൻഡിങ് ആയതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. PCR സ്റ്റിൽ 0.8 ആണ്. അതായത് ബെയറിഷ് ആയിട്ട് തന്നെയാണ് PCR നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മേ ബി നമുക്ക് നാളെയും ഒരു ഹൈ ലെവലിൽ നിന്ന് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ അപ്പോൾ അതാണ് ലെവൽസിൽ ഓൾറെഡി നമ്മൾ ലെവൽസൊക്കെ പറഞ്ഞു. ഇവിടെ സ്റ്റിൽ നമുക്ക് മാക്സിമം നിൽക്കുന്നത് കോളാണ്. കുറച്ച് പുട്ട് മാത്രമേ ഉള്ളൂ. 22,000 ഇപ്പോൾ നല്ല രീതിയിലായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതാണ് OI അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ഓരോ സ്ട്രൈക്കിലും നമുക്ക് കോൾ ആൻഡ് പുട്ട് ബിൽഡ് ചെയ്തേക്കുന്നത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്ന് എക്സ്പയർ ആയിരുന്നു. അപ്പം മോസ്റ്റ് ബാങ്ക് നിഫ്റ്റിക്ക് എന്താ പറയുക വലിയ രീതിയിലുള്ള ഒരു ഫോർമേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ബട്ട് എന്നാലും 46,500 സ്റ്റിൽ സ്ട്രാഡിലുണ്ട്. വിത്ത് റെസിസ്റ്റൻസ് ആണ്, കോളാണ് നല്ല രീതിയിൽ വരുന്നത്. ആൻഡ് 46,000 സ്ട്രാഡിൽ ഫോം ചെയ്ത് വരുന്നുണ്ട്. അവിടെ നമുക്ക് കോളാണ് മീൻസ് പുട്ട് ലോങ് ആയിട്ടും കോള് ഷോർട്ടായിട്ടുമാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ട് സ്ഥലത്ത് സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ടുണ്ട്. അതൊന്ന് മറക്കാണ്ടിരിക്കുക. സ്റ്റിൽ 47,000 ഇപ്പോഴും നമുക്ക് കോൾ ഒരു ചെറിയൊരു സ്ട്രാഡിൽ ഫോർമേഷൻ, അതായത് കോള് ഓൾമോസ്റ്റ് കോളിൻ്റെ ഒരു ഹാഫ് ക്വാണ്ടിറ്റിയിൽ പുട്ടും അവിടെ പുട്ട് റൈറ്റിങ്ങും നടക്കുന്നുണ്ട്. മേ ബി അതും ബുള്ളിഷിനോടുള്ള സൂചനയാണ് തരുന്നത്. ബട്ട് നമുക്കതിന് ഫോം ചെയ്ത അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാൻഡിൽസ് ഒന്നും സ്റ്റിൽ ഇതുവരെ ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ അത് എല്ലാവരും ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. ദെൻ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 46,500 സ്ട്രാഡിലുണ്ട്. 46,000
ഓക്കെ 46,000ലും സ്ട്രാഡിൽ എന്ന് വെച്ചാൽ മോസ്റ്റ് സപ്പോർട്ടായിട്ടാണ് 46,000 നിൽക്കുന്നത്. ചെറിയ രീതിയിൽ കോൾ സ്റ്റിൽ അതായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ആ ലെവൽസിലാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ലെവൽസിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് അതിലിനി അധികം സംസാരിക്കണം, ബിക്കോസ് ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയുടെ ഈ വീക്കിൻ്റെ എക്സ്പയറി കഴിഞ്ഞിട്ടുമുണ്ട്. ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഈ ഒരു ഫോളും ഈ ഒരു ന്യൂട്രലിനും എങ്ങനെയാണ് നോക്കാം. ഓക്കെ 20th മാർച്ച്. ഇന്നലെ നമുക്ക് കോളായിരുന്നു മോസ്റ്റ്ലി അൺവൈൻഡിങ് FISൻ്റെ ഭാഗത്ത് ഉണ്ടായി. ഇന്നലെ നമ്മൾ ഇതുണ്ടായില്ല, ആൻഡ് പുട്ട് അത്ര ഉണ്ടായിരുന്നില്ല. ബട്ട് ഇന്ന് മാർക്കറ്റ് അവസാനിക്കുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ന്യൂട്രലായിരുന്നു മാർക്കറ്റ് അവസാനിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് രണ്ടും കുറച്ച് കോളും പുട്ടൊക്കെ ലോങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് ആണ്. ബട്ട് കുറച്ചും കൂടി പുട്ടാണ് ലോങ്ങിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ, ആൻഡ് ഇന്നലത്തെ അത്രയും സെല്ലിങ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ നല്ല രീതിയിലുള്ള സെല്ലിംഗ് ആയിരുന്നു. ഇന്ന് സെല്ലിങ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ FIS ആണ് നമ്മൾ പറയുന്നത്. ആൻഡ് FISൻ്റെ OA ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ലോങ്ങിലേക്ക് ബിയറിഷാണ്. ലോങ്ങിലേക്ക് അവർ പുട്ടിന് അവർ ലോങ്ങിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലോങ് കോള് വരുന്നത് വളരെ കുറച്ചാണ്. അപ്പോൾ അത് നമുക്ക് നെഗറ്റീവാണ്. ദെൻ സെല്ലിങ് അവർ കണ്ടിന്യൂസ്ലി ഇവിടെ നമുക്ക് കാണാം, സെല്ലിങ് അവർ കൂട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എവിടെയും സെല്ലിങ് കുറച്ചിട്ടില്ല മാർക്കറ്റും ഡെഫിനറ്റ്ലി. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് FIDA ഡാറ്റ. കാരണം മാർക്കറ്റും വീണുകൊണ്ടേ ഇരിക്കുകയാണ്. ഹൈ ലെവൽസിൽ തുടങ്ങിയാലും പോസിറ്റീവ് ഇതിൽ തുടങ്ങിയാലും മീൻസ് മാർക്കറ്റ് സെൽ ഓഫിലേക്ക് തന്നെ പോകാനുള്ള മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതും കൂടിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. മീൻസ് അതുപോലെ തന്നെ മാർക്കറ്റ് പോകും എന്നല്ല, അതോടൊപ്പം നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് നമ്മൾ ഓരോ അനാലിസിസും നടത്തണം. അപ്പോൾ ഡെയിലി മീൻസ് അതൊരു OA ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് വെച്ചിട്ടാണ് സ്റ്റിൽ അവിടെ നമുക്ക് കുറവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓവറോൾ FISനെ ഒന്ന് നോക്കിയാൽ FIS ഇന്നലത്തേക്കാളും കുറച്ചും കൂടി ഒരു നെഗറ്റിവിറ്റി ആണെന്ന് FISന് ഉണ്ടാക്കുന്നത്. മീൻസ് കുറച്ച് നെഗറ്റിവിറ്റി കുറഞ്ഞേക്കുന്നത് ഡെയിലി ആ സെല്ലിംഗ് ഇന്നലത്തെ അത്രയും സെല്ലിംഗ് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് എന്തായാലും മാർക്കറ്റ് ഓൾറെഡി സെല്ലിംഗ് മൂഡിലാണ് ഇരിക്കുന്നത്. ദെൻ ഇനി നമുക്ക് പ്രോയിന് വെച്ച് നോക്കാൻ നേരത്ത് പ്രോ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ലുക്കിലായിട്ടാണ് കാണുന്നത്. ലോങ്ങിലേക്ക് കോള് വന്നിരിക്കുന്നു. ഇന്നലെ ആണെങ്കിൽ ലോങ്ങിലേക്ക് കോൾ അൺവൈൻഡിങ് ആയിരുന്നു, പുട്ടായിരുന്നു. ദെൻ ഇന്ന് നമുക്ക് ലോങ് കോള് ആൻഡ് പുട്ട് അൺവൈൻഡിങ് അവിടെ ഫ്യൂച്ചേഴ്സ് കുറച്ച് ബിൽഡ് ചെയ്തിട്ടുണ്ട്, അത് പോസിറ്റീവാണ്. ദെൻ OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ OA ഇൻഡെക്സ് മീൻസ് ഒരു സ്ട്രൈക്ക് വെച്ച് നോക്കുമ്പോൾ അവർ കുറച്ചും കൂടി ബിയറിഷ് കാണുന്നത് മീൻസ് ലോങ്ങിലേക്ക് പുട്ടാണ് അവർ ലോങ് ഹോൾഡ് ചെയ്തേക്കുന്നത് ആൻഡ് കോൾ അൺവൈൻഡിങ് ആണ്. ആൻഡ് അതോടൊപ്പം തന്നെ സെല്ലിങ് ഇന്നലത്തെ അത്രയും സെല്ലിങ് വന്നിട്ടില്ല. FISൻ്റെ OA ഫ്യൂച്ചേഴ്സിൽ വെച്ച് പ്രോയിൻ്റെ OA ഫ്യൂച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ സെല്ലിങ് ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ FIS നല്ല രീതിയിലുള്ള നെഗറ്റീവിലും പ്രോ ആണെങ്കിൽ എന്താ പറയുക, നമ്മുടെ മാർക്കറ്റ് പ്രോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെയാണ്. മാർക്കറ്റിൽ നമുക്ക് പ്രോ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സെല്ലിങ് അവർ കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെയിലിയിൽ അവർ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫാള് വന്നാൽ അവരുടെ ലോങ്ങിനെ അവർ അൺവൈൻഡ് ചെയ്യും. ലോങ് അൺവൈൻഡ് ചെയ്താൽ ലോങ് അൺവൈൻഡിങ് വന്നാൽ പിന്നെയും ഫാൾ ഉണ്ടാവാനുള്ള ചാൻസസ് അവിടെയുണ്ട്. അതും ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം. ദെൻ ഇനി നമുക്ക് ക്യാഷ് മാർക്കറ്റ് നോക്കാം. ക്യാഷ് മാർക്കറ്റിൽ നോക്കാൻ നേരത്ത് ഓൾമോസ്റ്റ് ഒരു FIS ഇന്നലെ നമുക്ക് രണ്ടുപേരും പോസിറ്റീവായിരുന്നു, രണ്ടുപേരും ബുള്ളിഷായിരുന്നു. ആൻഡ് അതിൻ്റെ ഒരു റിവേഴ്സ് നമുക്കിന്ന് കാണാനുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് FIS -2,000 ആൻഡ് 2,600 അടുത്ത് FIS സെല് ചെയ്തേക്കുന്നു. ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെ DAS ബൈയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമുക്കൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഇതിലാണ് കാണുന്നത്. ബട്ട് FIS കുറച്ച് നെഗറ്റീവും DAS ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ DAS കുറച്ച് പോസിറ്റീവും ആയിട്ടാണ് നിൽക്കുന്നത്. ബട്ട് അവിടെ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് അനാലിസിസും കൂടി കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു സെൽ ഓഫ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 4 hour ടൈം ഫ്രെയിമിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം മാർക്കറ്റിൻ്റെ ഇപ്പോൾ ലെവൽസ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് നോക്കാം.
ഓക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ള മാതിരി തന്നെ നമുക്കെന്താണ് നമ്മൾ ഈ ഒരു ലെവലിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് വൺസ് ഇത് ബ്രേക്ക് ചെയ്തു, ഇനി ഈ ഒരു ലെവലിൽ വരുമ്പോൾ എന്താ നമുക്ക് സെൽ ഓഫ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. മാർക്കറ്റ് അവിടെ ഓപ്പൺ ആവുന്നു, സെൽ ഓഫ് വരുന്നുണ്ട്. ഇവിടെയും മാർക്കറ്റ് ഇവിടെ നിന്ന് സെൽ ഓഫ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലെവൽ എന്തായാലും ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്താൽ മാത്രമാണ് നമുക്ക് കറൻ്റ്ലി ഇനി നമ്മൾ മാർക്കറ്റ് റിവേഴ്സായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ ഈ ഒരു ലെവലിൽ സ്റ്റിൽ അതായത് 21,900 പ്ലസ്, അതായത് 21,900 22,000 ഇവിടെ എവിടെ വന്നാലും മാർക്കറ്റിന് നല്ല രീതിയിലുള്ള സെൽ ഓഫ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതെല്ലാവരും ശ്രദ്ധിക്കുക. ദെൻ ഇനി ഇവിടെ നിന്ന് നമുക്കൊരു സപ്പോർട്ട് എടുത്ത് അങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് മീൻസ് നമുക്ക് അങ്ങനത്തെ ലെവൽസ് കാര്യങ്ങൾ ഫോം ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് ടെലഗ്രാം ചാനലിലൂടെ അറിയിക്കാം. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ലെവൽസിലേക്ക് വന്നാൽ മാർക്കറ്റ് അവിടെ നിന്ന് സെൽ ഓഫ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് അതനുസരിച്ചുള്ള ട്രേഡ്സ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്താലും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ബെറ്റർ ട്രേഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് പാലിക്കുക എന്ന് മാത്രം. അപ്പോൾ അതാണ് നമുക്ക് നിഫ്റ്റിയിൽ പറയാനുള്ളത്. ദെൻ ബാങ്ക് നിഫ്റ്റി പറയാനുള്ളതും ബാങ്ക് നിഫ്റ്റിയിലും സെയിം ഈ ഒരു ലെവൽസാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തേക്കുന്നത്. സ്റ്റിൽ ബാങ്ക് നിഫ്റ്റിയും ഒരു വീക്ക്നെസ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മേ ബി ബാങ്ക് നിഫ്റ്റിയും ഇനിയും 46,000 എന്ന ലെവൽ ഇനിയും ടെസ്റ്റ് ചെയ്ത് കൂടായികയില്ല. ബിക്കോസ് 46,000 നമുക്ക് നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ ഇതുവരെയും ബാങ്ക് നിഫ്റ്റി തന്നിട്ടില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്കും നല്ലൊരു മീൻസ് ഇവിടെ നിന്ന് തിരിച്ച് പോകണമെങ്കിൽ ഇവിടെ നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായാൽ മാത്രമാണ് ബാങ്ക് നിഫ്റ്റിയും അവിടെ നിന്ന് തിരിച്ചു പോകുള്ളൂ. അതല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഹയർ ടൈം ഫ്രെയിമിൽ വന്നാൽ ബാങ്ക് നിഫ്റ്റിയും സെൽ ഓഫ് ഉണ്ടാവാനുള്ള ചാൻസ് അധികമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ളത്. ക്യാൻഡിൽ സ്റ്റിക്ക് അനാലിസിസ് വെച്ചിട്ടാണെങ്കിലും എന്താ പറയുക, നമുക്ക് പോസിറ്റീവ് മീൻസ് പോസിറ്റീവായിട്ട് അതായത് നമ്മളൊരു റീബൗണ്ട്സ് ആയി എന്ന് പറയാനുള്ള മീൻസ് ഒരു കണ്ടീഷൻസും സ്റ്റിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലൊന്നും വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക ചോദിക്കും എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുള്ളായിട്ട് തോന്നിയാൽ കുറച്ചും കൂടി നമ്മൾ ഒരു ഇൻട്രാഡേ ബൈയും കാര്യങ്ങളല്ല നമ്മളിവിടെ നോക്കുന്നത്. അതിന് നമ്മൾ ഒരു കോൾ കൊടുക്കുക അങ്ങനത്തെ രീതിയിലൊന്നും അല്ല. കുറച്ചും കൂടി ലെവൽസിന് ഇമ്പോർട്ടൻസ് ആണ്. അത് തന്നെയാണ് നമ്മൾ ഇന്ന് രാവിലെയും ആ ഇൻട്രാഡേ ചാനൽ മീൻസ് നമ്മൾ ചാനലിൽ കൊടുത്തത്. നമ്മളൊരു സ്പോൺ ഫീഡ് പോലെ ഇവിടെ നിന്ന് ബൈ ചെയ്യുക അങ്ങനെയല്ല. ബട്ട് നമുക്ക് അങ്ങനത്തെ ലെവൽസ് നല്ല രീതിയിൽ വന്നാൽ ഞാൻ അവൈലബിൾ ആയാൽ ഞാനത് ഷെയർ ചെയ്യും. അത് വേറെ കാര്യം. ബട്ട് കുറച്ച് അപ്പോൾ നിങ്ങൾ അപ്പോൾ എപ്പോഴും അത് നമ്മൾ പ്രതീക്ഷിക്കരുത്. ആ ലെവൽസിനെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ഇനി ഒരാളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്കറ്റിനെ ഫോളോ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചാനൽ വന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് വീഡിയോ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ആൻഡ് thanks for watching this video.